ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. തുടരും മൂവി ഇന്നൊക്കെ റിലീസായിരിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമുക്ക് തുടങ്ങാം ഗൈസ്. ഓക്കെ, അപ്പോൾ പബ്ലിക്കലി വാച്ച് അവർ എടുക്കുമ്പോൾ എന്തായാലും ഒരു കിട്ടുന്ന മൂവി തന്നെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. തരുമൂർത്തി ഫാൻസ് ബോയ് ആണ് എന്ന് തെളിയിച്ച ഒരു മൂവിയാണ് ഈ മൂവിയിലൂടെ ലാലേട്ടൻ്റെ കഥാപാത്രം കൊണ്ടുപോയിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ ഈ മൂവിയിൽ ട്വിസ്റ്റുകളോ മറ്റുള്ളതോ ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഈ തരുമൂർത്തി ഇറക്കി വിട്ടിട്ടുള്ളത്. എന്നാൽ ഈ ഒരു മൂവിയിൽ ട്വിസ്റ്റുകളും അപ്രതീക്ഷിതമായിട്ടുള്ള രംഗങ്ങളും ഇതിൽ ഉണ്ട് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. എന്തായാലും ഒരു കിടില മൂവി തന്നെയാണ് ഈ തരുമൂർത്തി നിർമ്മിച്ചു വിട്ടിട്ടുള്ളത്. എന്തായാലും ഈ ഒരു മൂവിയിൽ നമ്മുടെ ലാലേട്ടൻ ഒരു കഥാപാത്രമായിട്ട് മാറുമ്പോൾ എന്തായാലും ഒരു കിടിലൻ ഐറ്റം തന്നെയാണ് വന്നിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി ഈ ഒരു മൂവി പബ്ലിക്കലി ചോദിക്കുമ്പോൾ എന്തായാലും ഒരു കിടിലം മൂവി തന്നെയാണ്. ഗുഡ് റെസ്പോൺസിബിലിറ്റിയാണ് എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് എടുക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഒരു കിടിലം മൂവി തന്നെയാണ് തരുമൂർത്തി നിർമ്മിച്ച് വിട്ടിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു ലാലേട്ടൻ മൂവി തുടരും മൂവി എന്തായാലും ഒരു കിടിലം മൂവിയാണ്. ഇത് തിയേറ്റർ വാച്ചബിൾ തന്നെ പോയി കാണുക. നിങ്ങളെല്ലാവരും ഫാൻ ബോയ് അല്ലാത്തവരോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിക്കാണ് ഈ ഒരു തരുമൂർത്തി നിർമ്മിച്ചു വിട്ടിട്ടുള്ളത് എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഓക്കെ, ബൈ ബൈ. യൂട്യൂബേഴ്സും പറയുന്ന ഒരു കിടിലം മൂവിയാണ് എന്നാണ് പ്രതീക്ഷ. അപ്പോൾ യൂട്യൂബേഴ്സും പറയുന്ന ഒരു കിടിലം മൂവിയാണ്. അഷിങ്കോക്കും പിന്നെ നമ്മുടെ സീക്രട്ട് ഏജൻറ്റും പിന്നെ കിഴി എപ്പിസോഡും എല്ലാം കൊണ്ട് കിടിലം മൂവിയാണ് ഗൈസ്. എന്തായാലും പോയി കാണുക ഗൈസ്. അപ്പോൾ ബൈ ബൈ.